എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചാലഞ്ച് 8ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പറഞ്ഞ ഒരു പെഡിക്യൂർ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മളിത് മാസത്തിൽ 2 തവണ ചെയ്താൽ മതി. നന്നായിട്ട് നമ്മുടെ കാലുകളിലുള്ള ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് മാറിയിട്ട് കാല് നന്നായിട്ട് നിറം വയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പെഡിക്യൂർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ട്. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താലാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറൊരു ചാനലുണ്ട്, സ്റ്റിച്ച് ആൻഡ് സ്റ്റൈൽ ബൈ ശ്രുതി എന്നാണ് ചാനലിൻ്റെ പേര്. സ്റ്റിച്ചിങ് വീഡിയോസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർ ആ ചാനലും കൂടി ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പെഡിക്യൂറിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ കാലിലുള്ള നെയിൽ പോളിഷൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം വിട്ടുപോയതാണ്. അപ്പോൾ കാല് ജസ്റ്റ് വെള്ളത്തിലേക്ക് വെച്ചപ്പോഴാണ് ഓർത്തത്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സ്റ്റെപ്പ് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് നമ്മുടെ കാല് മുങ്ങിയിരിക്കാൻ പാകത്തിനുള്ള ഇളം ചൂടുള്ള വെള്ളം ആണ് വേണ്ടത്. ഇളം ചൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് വെക്കുമ്പോൾ നമ്മുടെ കാല് പൊറുക്കാൻ പാകത്തിനുള്ള ചൂട് വേണം കേട്ടോ, എങ്കിലാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഷാമ്പൂ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു 3-4 തുള്ളി ഷാമ്പൂ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്തേക്കുന്നത് പറഞ്ഞാൽ 1 സ്പൂണോളം ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ താല്പര്യം ഇല്ലാത്തവർക്ക് നമുക്ക് 1 കൈപ്പിടി ഉപ്പില്ലേ, കല്ലുപ്പ്, അത് ചേർത്താലും മതിയാവും കേട്ടോ. അപ്പോൾ അത് 1 കൈപ്പിടി ചേർക്കാം. പിന്നെ നമ്മൾ 1/2 മുറി ലെമൺ ജ്യൂസും കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു വെള്ളത്തിൽ നമ്മളൊരു 10 മിനിറ്റ് നേരം നമ്മളിങ്ങനെ കാല് ഡിപ്പ് ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ ഉപ്പുകല്ലാണ് ഇട്ടതെങ്കിൽ ആ ഉപ്പുകല്ല് നമ്മൾ ആ വെള്ളത്തിൽ അലിഞ്ഞ് ചേരുന്ന ആ ഒരു സമയമില്ലേ, അതുവരെ നമ്മളിങ്ങനെ കാല് മുക്കി വെക്കണം കേട്ടോ. അല്ലാത്ത ബേക്കിംഗ് സോഡ ചേർത്തവർ 10 മിനിറ്റ് നേരം വെക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നെയിൽ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ നെയിലിലുള്ള അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം. പിന്നെ നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പം നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് കാലുകളിലൊക്കെ അഴുക്കൊക്കെ പെട്ടെന്ന് നീക്കം ചെയ്യാം. പിന്നെ കാല് മുങ്ങിയിരിക്കാത്ത ഭാഗത്തേക്ക് നമ്മളിങ്ങനെ കൈകൊണ്ട് വെള്ളം കോരി ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അതും കൂടെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബിങ് ആണ്. സ്ക്രബിങ്ങിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 സ്പൂണോളം കടലമാവാണ് കേട്ടോ. കടലമാവ് നമുക്കറിയാലോ, സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കാൻ വളരെ എഫക്റ്റീവാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്പൂൺ കോഫി പൗഡറാണ്. അപ്പോൾ 1 സ്പൂൺ കടലമാവ്, അതുപോലെ തന്നെ 1 സ്പൂൺ കോഫി പൗഡർ. പിന്നെ നമ്മൾ സ്ക്രബിങ്ങിൻ്റെ ഗുണം കിട്ടാനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതില്ലാത്തവർക്ക് ആൽമണ്ട് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആൽമണ്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറുപയർ തരുതരാന്ന് പൊടിച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലൊക്കെ ഏതെങ്കിലും ഒരെണ്ണം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാരയാണ്. അപ്പോൾ അത് 1 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടറ്റോയുടെ ജ്യൂസാണ്. അതായത് പൊട്ടറ്റോ നന്നായിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്ത കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ജ്യൂസ് കിട്ടും. ആ ഒരു ജ്യൂസാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നമുക്ക് ഈ ഫേസ് പാക്ക് പോലെ ഒരുപാട് പേസ്റ്റ് പരുവത്തിനാക്കി എടുക്കരുത്. എന്നാൽ നമുക്കൊരു ചെറിയ എന്താ പറയുക, ഒരു കുഴഞ്ഞിരിക്കാൻ പാകത്തിന്, അതായത് ഒരുപാട് പേസ്റ്റ് രൂപത്തിലാവുകയും ചെയ്യരുത്. ആ ഒരു പഞ്ചസാര ഒരുപാട് അലുത്ത് പോവുകയും ചെയ്യരുത് കേട്ടോ. അതിന് മുമ്പേ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊട്ടറ്റോയുടെ ജ്യൂസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ കാലുകളിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അതായത് ഒരു റൗണ്ടായിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം നമ്മളിത് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ക്യാമറ എല്ലാം കൂടെ കാരണം എനിക്ക് ശരിക്കും അങ്ങ് ചെയ്ത് കാണിക്കാൻ പറ്റണമെന്നില്ലായിരുന്നു. അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാവരും റൗണ്ടായിട്ടൊക്കെ മസാജ് ചെയ്യുക. അതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം വാഷ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. നന്നായിട്ട് സ്കിൻ ടാനൊക്കെ അങ്ങ് മാറിയിട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പായ്ക്കാണ്. അതായത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യുന്നതിനായിട്ടുള്ളൊരു പായ്ക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് പൗഡറാണ്. റൈസ് പൗഡർ ഞാനിവിടെ 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റൈസ് പൗഡർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കാനും അതുപോലെ തന്നെ ടാൻ അകറ്റാനും അതുപോലെ ഏജിങ്ങിൻ്റെ ഫലമായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും മാറ്റി കിട്ടുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ അതൊരു 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു അരമുറി ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ലെമൺ ജ്യൂസ് അറിയാലോ, ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ടാനൊക്കെ പെട്ടെന്ന് മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു പറയുന്ന ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും അലർജി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അതാ ഞാൻ അരമുറി ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 1 സ്പൂൺ ഹണിയാണ്. ഹണി നമുക്കറിയാം നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആകുന്നതിനും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് തിളങ്ങി നിൽക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ 1 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഹണിയും നമ്മൾ 1 സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്ത് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ഇനി തൈര് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതല്ല ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ റോസ് വാട്ടർ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മാറ്റി കൊടുത്തു എന്നോർത്ത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കാല് നന്നായിട്ട് ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഞാൻ തൈരാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. തൈര് നമുക്കറിയാം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ കിട്ടുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ടാനൊക്കെ പെട്ടെന്ന് മാറ്റി കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുക. കറക്റ്റ് അളവൊന്നുമില്ല. അപ്പോൾ അത് നല്ല തിക്ക ലെയറായിട്ട് തന്നെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അത്യാവശ്യം ഡ്രൈ ആവുന്നത് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഡ്രൈ ആവും കേട്ടോ. അതിനുശേഷം നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പതിയൊരു ഒരല്പം വെള്ളം തളിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പതിയൊരു മസാജിങ് കൊടുത്തിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് നമ്മുടെ പായ്ക്ക് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്യാം. അപ്പോൾ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, എൻ്റെ കാല് നന്നായിട്ട് ടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെഡിക്യൂർ നമ്മൾ മാസത്തിലൊരു 2 തവണ ചെയ്താൽ മതി. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ അതില്ല എങ്കിൽ നമുക്കൊരു ബോഡി ലോഷൻ ഇല്ലേ, അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പോൺസിൻ്റെ ബോഡി ലോഷനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെഡിക്യൂർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പോൺസിൻ്റെ ബോഡി ലോഷൻ. ഇത് ഏകദേശം 300 മില്ലിക്കാണ്ട് 250 രൂപ വില വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് സാധാരണക്കാർക്കൊക്കെ യൂസ് ചെയ്യാം. എന്താ പറയുക, ഓൺലൈനാണെങ്കിൽ 200 രൂപ താഴെ എനിക്ക് 250 താഴെ കിട്ടുമെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമുക്കത് ഒരല്പം കയ്യിലെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 കാലിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ തന്നെത്താനെയുള്ള ഷൂട്ടിംഗ് ഒക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്.